ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ധനുഷ് തന്നൊരു മാമ്പഴ ജ്യൂസ് മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. ഇനി ധനുഷ് തന്നെ ആയിരിക്കും ഇതിന് പിന്നിൽ. ആ നന്നായി എന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. അപ്പോ അനക്കയുടെ ഫോൺ വന്നു. അവളോട് സംസാരിച്ചോണ്ടിരുന്നപ്പോ പെട്ടെന്ന് മയങ്ങി വീണു. എന്താ ഉണ്ടായത്? മോളെ, നെല്ലിശ്ശേരിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? താനെന്തിനെ കരയുന്നേ? എന്താ പറ്റിയെന്ന് പറ. സ്നേഹ അവള് ഹോസ്പിറ്റലില. അവക്ക് എന്താ പറ്റി? അവളുടെ കുഞ്ഞു പോയമ്മ. ഈശ്വര, എടോ താനെന്തായി പറയുന്നേ? പാവം ധനുഷ് സ്നേഹം എത്രമാത്രം മോഹിച്ചതാ. എന്തിനാ ദൈവം അവരോട് ഇങ്ങനെ ക്രൂരത കാണിച്ചത്? സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അതിന്റെ പേരിൽ നീ ഇങ്ങനെ കരഞ്ഞു ബഹളം വയ്ക്കല്ലേ. നിന്റെ ഉള്ളിലും ഒരു കുഞ്ഞു ജീവനുണ്ട്, അത് മറക്കരുത്. താൻ എഴുന്നേക്ക്, വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോ. എനിക്ക് വയ്യ അവളെ കാണാൻ. അവളുടെ ഉള്ളിലെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട് നിൽക്കുമ്പോ ഞാൻ എങ്ങനെ അവളുടെ മുമ്പിൽ ചെന്ന് നിൽക്കുക? എല്ലാം എന്റെ ഭാഗ്യദോഷം കൊണ്ടാണെന്ന് ആരെങ്കിലും പറഞ്ഞാലോ? മോളെ, അങ്ങനെയൊന്നും വിഷമിക്കണ്ട. ആരും ഒന്നും പറയില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പോ സ്നേഹയുടെ കുഞ്ഞു പോയത് നിന്റെ കുഴപ്പം കൊണ്ടാണോ? അല്ലല്ലോ, അത് ഓരോരുത്തരുടെ വിധിയാ, അല്ലാതെന്താ? എടോ താനിങ്ങനെ വിഷമിക്കല്ലേ, ആരും ഒന്നും പറയില്ല. നമുക്കിപ്പോ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം. വാ മീരേച്ചി, മോളെ ഇങ്ങെടുക്ക. അവള് നല്ല ഉറക്കത്തില. അവളെ ഞാൻ നോക്കിക്കോളാം. ഇങ്ങനെ തളർന്നു പോവല്ലേ. എന്തു വന്നാലും ധൈര്യത്തോടെ നേരിടണം. താൻ സ്നേഹിച്ചെന്ന് ആശ്വസിപ്പിക്കണം. അവള് ആകെ തളർന്നിട്ടുണ്ടാവും ഇപ്പോ. ഞാൻ അവളോട് എന്ത് പറയാനാ? പോയത് പോട്ടെ, സാരമില്ലെന്നോ? അതോ അവൾക്കൊരിക്കലും ഇത് വിധിച്ചിട്ടില്ലെന്നോ? എന്തു പറഞ്ഞാ ഞാൻ ആ പാവത്തിനെ ഒന്ന് സമാധാനിപ്പിക്കുന്നു? മോളെ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങാം. മോനെ, ഞങ്ങളും കൂടി വന്നാലോ? ഇപ്പൊ വേണ്ടച്ചാ, ആദ്യം അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കട്ടെ. ഞങ്ങൾ ചെന്നിട്ട് വിളിക്കാം. മോളെ, നീ വെറുതെ കരഞ്ഞ് ഓരോന്ന് വരുത്തി വെക്കല്ലേ. നമുക്ക് പോവാം, വാ. എന്തൊരു വിധി. ഇനിയിപ്പൊ വിഷമിച്ചിട്ട് എന്താ കാര്യം? സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഇത് അബോർഷനായി പോയതുകൊണ്ട് ഇനിയും കുട്ടികൾ ഉണ്ടാവാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ആലോചിച്ച് അത്ര വലിയ ടെൻഷനൊന്നും അടിക്കണ്ട. അവന്തികടത്തിക്ക് എങ്ങനെ നിനക്ക് പറയാൻ കഴിയുന്നു? ഒരിക്കലും ഏട്ടത്തിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ? അന്ന് ഏട്ടത്തിക്ക് ഇങ്ങനെയൊക്കെയാണോ തോന്നിയത്? ആദ്യം കുറച്ച് വിഷമമൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. അത് വെറുതെ പോയതല്ലല്ലോ, മനഃപൂർവ്വം ഇല്ലാതാക്കിയതല്ലേ. ആര്? അതിനെക്കുറിച്ചൊന്നും നമുക്ക് ഇപ്പൊ സംസാരിക്കണ്ട. എന്റെ അനുഭവം കൊണ്ടാണ് ഞാനിത് നിന്നോട് പറഞ്ഞത്.
ഇതുകൊണ്ടൊന്നും ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ല. എടുത്തി സച്ചിയുടെ സ്നേഹ മോളെ ഇതെങ്ങനെയാ എനിക്കറിയില്ല ഏട്ടത്തി. മോളെ നീ വിഷമിക്കണ്ട. നിന്നെ എന്ത് പറഞ്ഞ മോളെ ഞാൻ ആശ്വസിപ്പിക്കേണ്ട. അത് തന്നെയാ ഞാനും പറഞ്ഞത്. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ശരിക്കും എന്താ സംഭവിച്ചേ? നീ പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിച്ചോ? ധനുഷ് തന്നൊരു മാമ്പഴ ജ്യൂസ് മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. ഇനി ധനുഷ് തന്നെ ആയിരിക്കും ഇതിന് പിന്നിൽ. ആ നന്നായി എന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. ഇനി അതൊരു കള്ളമായിരുന്നോ? ഒരു ജ്യൂസ് കുടിച്ചാ പ്രഗ്നൻസി പോവോ? ഞങ്ങൾ എന്തോ ഒരു സ്വപ്നം കണ്ടത് ഏട്ടത്തി. ധനുഷ്, ആ മാമ്പഴം ഫ്രഷ് ആയിരുന്നല്ലോ അല്ലേ? നല്ല ഫ്രഷ് മാമ്പഴം തന്നെയായിരുന്നു അത്. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്തി തീരൂ. പറഞ്ഞു പറഞ്ഞ് ഇവളിപ്പോ എന്റെ നേരെ എല്ലാം തിരിച്ചോണ്ട് വരികയാണല്ലോ. ഇതെങ്ങാനും തെളിയിക്കപ്പെട്ടാ ഞാൻ കുടുങ്ങും. ഇതിന്റെ കുന്തമുന ഇവക്ക് നേരെ തന്നെ തിരിച്ചു വെച്ചേ പറ്റൂ. ഇതിപ്പോ വേറൊന്നും കൊണ്ട് സംഭവിച്ചതല്ല. നിന്റെ വയറ്റിൽ ഒരെണ്ണം ജനിച്ചിട്ടില്ലേ, അതിന്റെ ജാതകദോഷം കൊണ്ടാ ഇതെല്ലാം. ദേ, അനാവശ്യം പറയരുത്. ആവശ്യമാണോ അനാവശ്യമാണോ എന്നൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവുമല്ലോ. എന്തായാലും അർച്ചന പ്രസവിക്കാൻ ഇനിയും സമയം ബാക്കിയുണ്ടല്ലോ. ഇവളുടെ വയറ്റിലെ കുഞ്ഞിന്റെ കാര്യം അറിഞ്ഞപ്പോ തൊട്ടുണ്ടായ കുഴപ്പങ്ങളാ ഇതൊക്കെ. നീ എന്താ അതൊക്കെ മറന്നുപോയോ? ആദ്യം നന്ദേട്ടനും ഞാനും തമ്മിൽ വഴക്കുണ്ടായി. അത് കഴിഞ്ഞ് തുലാഭാരം തൂക്കിയപ്പോ തട്ടുപൊട്ടി വീണു. ഇപ്പതാ സ്നേഹയുടെ വയറ്റിലെ കുഞ്ഞും പോയി. ഇതിനപ്പുറം എന്തെങ്കിലും തെളിവ് വേണോ? എഴുതി ദൈവത്തിന് നിരക്കാത്തതൊന്നും പറയല്ലേ. എന്റെ കുഞ്ഞിന്റെ ജാതകദോഷം കൊണ്ടല്ല ഇതൊന്നും സംഭവിച്ചത്.